എനിക്ക് തോന്നുന്നത് ഇപ്പോൾ 21-ാം തീയതി ജൂൺ 20 CBI അന്വേഷണം ഏറ്റെടുത്തു. ആ അന്വേഷണം അതിൻ്റെ ശരിക്കും വഴിയിൽ പോകും എന്നൊരു പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുന്നു. കാര്യം ഈ മാഫിയ സംഘം ഉണ്ടെങ്കിൽ അവരെ പിടിച്ച് ജയിലിലിടട്ടെ, അതല്ലേ നമുക്ക് പറയാൻ പറ്റൂ. അപ്പോൾ എന്താണ് നമ്മുടെ ഈ ഒരുപക്ഷെ രക്ഷകർത്താക്കളുടെ ആശങ്ക വളരെ കൂടുതലാണ്. കാരണം ഇപ്പോഴത്തെ ഒരു കാലത്തിൻ്റെ പ്രത്യേകത മാം പറഞ്ഞ പോലെ ഈ കുട്ടികളെക്കാളും മാതാപിതാക്കൾക്കാണല്ലോ ടെൻഷൻ കൂടുതൽ. കുട്ടിത്വം അവർക്കാണ് കൂടുതലെന്നാണ് ഇപ്പോൾ തോന്നുന്നത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ ഒട്ടനവധി പാരൻസ് വലിയ പ്രതിസന്ധിയിൽ മാനസികമായി തന്നെ ഞങ്ങൾ അത്യാവശ്യം കൗൺസിലിങ്ങും ചെയ്യുന്നുണ്ട് ഈ പാരൻസ് അസോസിയേഷൻ്റെ ഇതിൽ. കുട്ടികൾ മാത്രമല്ല മാതാപിതാക്കൾ, കാരണം അവർ മെൻ്റൽ ഇതിലേക്ക് മാറുന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇപ്പം ഈ +2 വരെയുള്ള പഠനം അതിനെ അങ്ങനെ അങ്ങോട്ട് തള്ളിക്കളഞ്ഞിട്ട് ഇത്തരം കോച്ചിങ് സെൻ്ററുകളിൽ നിന്ന് കിട്ടുന്ന വിവരമാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അതൊന്നും ശരിയല്ല. +2 വരെയുള്ള ആ പഠനത്തിൻ്റെ മൂല്യം കണക്കാക്കിക്കൊണ്ട് തന്നെ ഇവർക്ക് ഇത്തരത്തിലേക്ക് എൻട്രൻസിലേക്ക് കൊണ്ടുവരാനുള്ള പുതിയ സംവിധാനം കൊണ്ടുവരണം. ഇതിപ്പോൾ കുറേ കോച്ചിങ് സെൻ്ററുകൾ, എന്നോട് ദേഷ്യം തോന്നരുത്, കോച്ചിങ് സെൻ്ററുകൾക്ക് ഗുണകരമാവുന്ന കാരണം എന്താ അറിയോ, 75,000 1 ലക്ഷം രൂപയൊക്കെയാണ് ഒരു വർഷം ഒരു കുട്ടി പോയി നിന്ന്. പിന്നെ പറഞ്ഞ പോലെ ശരിയാണ്, അമ്മ മരിച്ചാൽ പോലും വന്ന് 2 ദിവസം നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കുട്ടിയുടെ മാനസികാവസ്ഥ. കുടുംബങ്ങളുമായി ബന്ധമില്ല. അപ്പോ അവിടെ ഒരു വിഷയം എന്താന്ന് വെച്ചാൽ, ഗവൺമെന്റ് സ്കൂളുകളിൽ പഠിച്ചു വരുന്ന കുട്ടികളൊന്നും എല്ലാവരും ഒന്നും ഇതുപോലെ പോകാൻ പറ്റിയല്ല. ഓട്ടോറിക്ഷക്കാരൻ്റെ കാര്യം പറഞ്ഞു, കൂലിപ്പണിക്കാരൻ്റെ കാര്യം പറഞ്ഞു. ഒരു ദിവസം 600, 700, 800 രൂപ അല്ലെങ്കിൽ 1000 രൂപയ്ക്കോ അധ്വാനിക്കുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ചായയും ഭക്ഷണവും കഴിഞ്ഞ് വന്ന് വീട്ടിലേക്കുള്ള അരിയും സാമാനം വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്ത് ബാക്കിയുണ്ടാവും നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇപ്പോൾ 1 കിലോ അരി വാങ്ങാനും അല്ലെങ്കിൽ മറ്റു സാധനങ്ങളും അതിൻ്റെ ഇടയ്ക്കാണ് ഈ കുട്ടികളുടെ ഓരോ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ ചെലവാണ്. ഞങ്ങൾ അതിനെക്കുറിച്ചൊക്കെ നന്നായി പഠിച്ചിട്ടാണ് ഈ സമയം പോരാ ഇത് സംസാരിക്കാൻ എന്നുള്ളത് കൊണ്ടാണ് വളരെ പ്രയാസം. അതാണ് അതായത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.